ഇംഗ്ലീഷ് എക്സാമിനേഷൻ എങ്ങനെ പഠിച്ചു തുടങ്ങുമെന്ന് വിചാരിച്ചിരിക്കുന്നവരാണോ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ. നമുക്ക് ഒരുപാട് ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്, ഗ്രാമർ പഠിക്കാനുണ്ട്, അതുപോലെ തന്നെ ഫോർമാറ്റുകൾ പഠിച്ചെടുക്കാനുണ്ട്. എന്തിനാണ് നമ്മൾ ആദ്യം തുടങ്ങേണ്ടത്? നമ്മൾ ആദ്യം എന്തെല്ലാം പഠിക്കാനുണ്ടെന്ന് ആലോചിച്ച് വെക്കാം. എന്ന് വെച്ചാൽ 6 യൂണിറ്റുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിനകത്തുനിന്നും 19 ചാപ്റ്റേഴ്സ് പഠിച്ചെടുക്കാനുണ്ട് അല്ലെ. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിനകത്തുനിന്നും ഈ 6 യൂണിറ്റിനകത്തുനിന്നും വെറും 5 പോയിന്റ്സ് മാത്രമാണ് നമുക്ക് പഠിക്കാനുള്ളത് അല്ലെ. പോയിന്റ്സിനെ പറ്റി നോക്കുകയാണെങ്കിൽ ഈ 5 പോയിന്റ്സ് നമ്മൾ കൃത്യമായി പഠിക്കുകയാണെങ്കിൽ 2 പോയം ഉറപ്പായും അതിൻ്റെ അകത്തുനിന്നും ചോദിക്കുകയും ചെയ്യും. ഈ 2 പോയത്തിനകത്തിൽ ഒരു പോയം എന്ന് പറയുന്നത് 8 മാർക്കിനുള്ള ഒരു ചോദ്യമാണ്, ഷോ ക്വസ്റ്റ്യൻ ആണത്. സോ എത്ര ഇമ്പോർട്ടന്റ് ആണല്ലേ നമ്മുടെ ഈ പോയിന്റ്സ് എന്ന് പറയുന്നത്. നമുക്ക് ആദ്യം തന്നെ ഈ പോയിന്റ്സ് പഠിച്ച് തുടങ്ങിയാലോ. നമുക്ക് നമ്മുടെ കോൺഫിഡൻസ് ഒക്കെ ഒന്ന് ലെവലൊക്കെ ഒന്ന് കൂട്ടുകയും ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ അതിന്റെ ഒരു സീരീസിലെ ആദ്യത്തെ ചാപ്റ്റർ, ആദ്യത്തെ ഒരു പോയമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ 5 പോയിന്റ് ഞാൻ പറഞ്ഞതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 പോയിന്റ്സ് ഉണ്ട്. ഓക്കെ, അതേതാന്നൊക്കെ നമുക്ക് വഴിയെ പറയാം. ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പോയത്തിന്റെ പേര് ടു സ്ലീപ്പ് എന്നാണ്. നമുക്കറിയാം ഈ പോം എന്ന് പറയുന്നത് നമ്മുടെ ഫുൾ എക്സാമിനേഷൻ ഇല്ലാത്ത, എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഫൈനൽ എക്സാമിന് ഏറ്റവും ലാസ്റ്റ് 5th യൂണിറ്റിലെ ഒരു ഭാഗമാണ് ഈ ഒരു പോയം എന്ന് പറയുന്നത്. സോ അതിന് അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്നാൽ പോം എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പോമാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം മാത്രമാണ് ഇതിനകത്ത് പറയുന്നത്. വില്യം വേർഡ്സ്വർത്ത് ആണ് ഇതിന്റെ ഓഥർ, അല്ലെങ്കിൽ ഇത് എഴുതിയിട്ടുള്ള പോയറ്റ് എന്ന് പറയുന്നത് ആരാണ്? വില്യം വേർഡ്സ്വർത്ത് ആണ്. ഓക്കെ, വില്യം വേർഡ്സ്വർത്ത് ഒരു റൊമാൻറ്റിക് പോയറ്റ് ആണ് എന്നത് നിങ്ങൾ ഓർത്തു നോക്കുക. വില്യം വേർഡ്സ്വർത്ത് ഒരു റൊമാൻറ്റിക് പോയറ്റ് ആയിരുന്നു. വില്യം വേർഡ്സ്വർത്ത് വാസ് എ ഗ്രേറ്റ് പോയറ്റ് ഓഫ് നേച്ചർ. അതെങ്കിലും പഠിച്ചു വെക്കാം. റൊമാൻറ്റിക് പോയറ്റ് ഒന്നെങ്കിൽ അങ്ങനെ പഠിച്ചു വെക്കാം, അല്ലെങ്കിൽ ഇത് ഏതെങ്കിലും ഒരു പോയറ്റിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ഡയലോഗ് നമ്മൾ നമ്മുടെ അപ്രീസിയേഷനിൽ എഴുതാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്നത്. ഹി ഈസ് എ പോയറ്റ് ഓഫ് നേച്ചർ എന്ന് ഓർത്തു വെക്കുക. ടു സ്ലീപ്പ് ഇസ് എ സോണറ്റ്. ബ്ലൈൻഡ് ആയിട്ട് അങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. സോണറ്റ് എന്താണെന്ന് നിങ്ങൾ ആലോചിക്കാൻ പോകണ്ട. സ്ലീപ്പ് എന്ന് പറയുന്നത്, സോണറ്റ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അതൊരു കവിതാ രീതിയാണ്, കവിത എഴുതുന്ന ഒരു രീതിയാണ് സോണറ്റ് എന്ന് പറയുന്നത്. ഷേക്സ്പിയർ ഒക്കെ എഴുതിയിരുന്ന ഒരു രീതിയാണ്. സോ ഇവിടെ ഈ പോം ഒരു സോണറ്റ് ആണ്. ഇറ്റ് ഹാസ് 14 ലൈൻസ്, 14 വരികളുണ്ട്. 14 വരികളുള്ള സോണറ്റ്, പോയറ്റ് ഓഫ് നേച്ചർ. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കാം. ഇറ്റ് ഈസ് എ ഡയറക്റ്റ് അഡ്രസ് ടു സ്ലീപ്പ്. ഈ പോയത്തിന്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡയറക്റ്റ് അഡ്രസ് ടു സ്ലീപ്പ്. സ്ലീപ്പിനെ നേരിട്ടിട്ട് അഭിസംബോധന ചെയ്യാണ്. സ്ലീപ്പിനോട് നേരിട്ടിട്ട് കാര്യം പറയാണ്. പ്ലീസ് ഉറക്കമേ, നീ ഒന്ന് എൻ്റെ അടുത്തേക്ക് വരണം എന്ന് പോയറ്റ് പറയുന്നതാണ് ഈ പോയം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ഡയറക്റ്റ് അഡ്രസ് ടു സ്ലീപ്പ്. ദ തീം ഇസ് ഡിജക്ഷൻ. ഡിജക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാനസികവും ശാരീരികവുമായുള്ള ക്ഷീണമാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓർ ഗ്ലൂമി മൂഡ്. ഉറക്കം തീരെ ഇല്ലാതെ ആവുന്ന സമയത്ത് നമ്മൾ 1-2 ദിവസങ്ങൾ ഉറങ്ങാതെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കുണ്ടാവുന്ന അവസ്ഥ ഉണ്ട്, ഒരു ഭയങ്കര ഒരു ഡിജക്ഷൻ, അല്ലെങ്കിൽ പറഞ്ഞ പോലെ ഭയങ്കര ക്ഷീണവും അതുപോലെ തന്നെ ഒരു തളർച്ചയും ഗ്ലൂമി ആയിട്ടിരിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതാണ് അവസ്ഥ, പോയറ്റിന്റെ അവസ്ഥയാണ് കേട്ടോ. ഇൻ ദ പോം വി സീ എ മാൻ ഫൈറ്റിംഗ് വിത്ത് ഇൻസോംനിയ. ഇൻസോംനിയ എന്ന് പറഞ്ഞാൽ ഉറക്കമില്ലായ്മ എന്ന് പറയുന്ന അസുഖവുമായിട്ട് മല്ലിടുന്ന ഒരാളെ, പോയറ്റിനെ തന്നെയാണ് നമ്മൾ കാണുന്നത്. എന്ന് വെച്ചാൽ പോയത്രയേ ഉള്ളൂ. പോയം തുടങ്ങുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പോയറ്റ് ഉറങ്ങാൻ കിടക്കാണ്. പക്ഷെ അദ്ദേഹത്തിന് കുറെ ദിവസമായി ഉറങ്ങാൻ പറ്റുന്നില്ല. അപ്പൊ ഉറങ്ങാൻ പറ്റാത്തതിന്റെ ഒരു വിഷമവും സങ്കടമൊക്കെയാണ് പോയറ്റ് പറയുന്നത്. ആരോടെ പറയുന്നത്? ഉറക്കത്തോട് തന്നെയാണ് പറയുന്നത്. പ്ലീസ് എൻ്റെ അടുത്തേക്ക് ഒന്ന് വരണം, എന്നെ ഒന്ന് സഹായിക്കണം എന്ന് ഉറക്കത്തോട് പോയറ്റ് പറയാണ്. In the poem, we see a man fighting with insomnia or sleeplessness. Only those who are unable to sleep know the value of sleep. ഉറങ്ങാൻ സാധിക്കാത്ത ആളുകൾക്ക് മാത്രമാണ് എന്ത് മനസ്സിലാവുക? ഉറക്കത്തിന്റെ വാല്യൂ മനസ്സിലാവുക. ഇതൊക്കെ നമ്മുടെ പോയിന്റ്സ് ആണ് കേട്ടോ. എന്താണ്? ഉറങ്ങാൻ സാധിക്കാത്ത ആളുകൾക്കാണ് ഉറക്കത്തിന്റെ വാല്യൂ അറിയാം. നമ്മൾ പറയില്ലേ, കണ്ണില്ലാത്ത ആളുകൾക്കാണ് കണ്ണിന്റെ വേദന വില അറിയുള്ളൂ എന്ന് പറയില്ലേ, അതുപോലെ പറയാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമുക്കൊക്കെ പലപ്പോഴും ഇപ്പോൾ ഉറക്കമായിരിക്കും ഒരു പ്രശ്നം, അല്ലെങ്കിൽ ഉറക്കത്തിന്റെ അമിതമായ ഉറക്കമായിരിക്കും ഈ എക്സാമിനേഷൻ ആവുന്ന സമയത്ത്. അത് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. കാരണം നമ്മുടെ ബോഡി, നമ്മുടെ മെന്റലി നമ്മൾ വളരെയധികം ടയേർഡ് ആവുന്നുണ്ട്. ചിന്തകളാണെങ്കിലും അതുപോലെ തന്നെ ടെൻഷൻ ആണെങ്കിലും പഠിക്കുന്നതാണെങ്കിലും ഒക്കെ. അപ്പൊ അതുകൊണ്ടാണ് അത് ജനറലി ആളുകൾക്ക് ഉണ്ടാവുന്നതാണ്. സോ ഡോണ്ട് നീഡ് ഓഫ് എനി വറി. നമ്മൾ ഉറങ്ങേണ്ട സമയം നന്നായിട്ട് ഉറങ്ങുക, പിന്നെ ബാക്കിയുള്ള സമയം മാക്സിമം എന്ത് ചെയ്യുക, പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. Only those who are unable to sleep know the value of sleep. Sleepless night destroy our mornings. ഉറക്കമില്ലാത്ത രാത്രികൾ നമ്മുടെ പ്രഭാതങ്ങളെ നശിപ്പിക്കും അല്ലെ. രാവിലെ നമ്മൾ ഈ
ഉറങ്ങാതെ, രാത്രി മുഴുവൻ ഉറങ്ങാതെ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ആ രാവിലെ നമ്മളിങ്ങനെ തൂങ്ങിക്കിടക്കും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഉറക്കം വരും നമുക്ക്. സോ അത് നമ്മുടെ പ്രഭാതങ്ങളെ നശിപ്പിക്കും. അവിടെയാണ് നമ്മൾ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യാനുള്ളത്, ക്ലാസ്സിൽ ശ്രദ്ധിക്കാനുള്ളത്, പരീക്ഷ എഴുതാനുള്ളത്. ആ സമയം നമുക്ക് ഉറക്കം വരും എന്നർത്ഥം. ഓക്കെ, ഇനിയോ വി ഗെറ്റ് അപ്പ് ഫ്രം ദ ബെഡ്. നമ്മൾ ഉറക്കത്തിൽ നിന്നും അല്ലെങ്കിൽ കിടക്കയിൽ നിന്നും ഉണരുന്നത് അല്ലെങ്കിൽ എണീക്കുന്നത് ഫീലിംഗ് ഐ ആം സോ ടയർഡ് എന്നും വിചാരിച്ചുകൊണ്ടായിരിക്കും. വേർഡ്സ്വർത്ത് സഫേർഡ് ഫ്രം സ്ലീപ്ലെസ്നെസ്. ഈ വേർഡ്സ്വർത്തിനും ഈ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, ഉറക്കമില്ലാത്ത ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. സോ ദ പോയം ഇസ് ഓട്ടോബയോഗ്രഫിക്കൽ. അതൊരു പോയിന്റ് ആണ്. ദ പോയം ഇസ് ഓട്ടോബയോഗ്രഫിക്കൽ. ആദ്യം തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് എഴുതാം, അല്ല നിങ്ങൾ ഇങ്ങനെ ഇടയിൽ എഴുതുന്നതും കുറച്ചുകൂടെ നല്ലതാണെന്ന് അണ്ടർലൈൻ ഒക്കെ ചെയ്യാം. ദ പോയം ഇസ് ഓട്ടോബയോഗ്രഫിക്കൽ. പോയം എന്താണ്? ഓട്ടോബയോഗ്രഫിക്കൽ ആണ്. അദ്ദേഹത്തിന്റെ തന്നെ കഥ പറയാണ്. ഈ പോയത്തിലെ കുറച്ച് തോട്ട്സ് നമുക്ക് നോക്കാം. The poet describes how he tried every technique to fall asleep but failed. ഫസ്റ്റ് തന്നെ പോയറ്റ് പറയുന്നത് എത്രയേ ഉള്ളൂ, 14 വരിയോളം പോയതാകെ. ആദ്യത്തെ ലൈനിൽ തന്നെ അദ്ദേഹം പറയാണ്, ആദ്യത്തെ സ്റ്റാൻസ മുഴുവൻ അദ്ദേഹം പറയാണ്, ഞാൻ ഒരു മാർഗം നോക്കുകയാണ്. എങ്ങനെ? ഒരു ടെക്നിക്ക് നോക്കുകയാണ് ഉറങ്ങാൻ വേണ്ടിയിട്ട്. ഉറങ്ങാൻ വേണ്ടി നമ്മളൊക്കെ ഒരുപാട് ടെക്നിക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. ചില ആൾക്കാർ പുസ്തകം തുറന്നാൽ മതി, അപ്പോൾ നിങ്ങൾ ഉറങ്ങിക്കോളും അല്ലെ. ഇതുപോലെ പോയറ്റ് ആലോചിക്കുകയാണ്, ഓരോ ചിന്തകൾ ഇങ്ങനെ കൊണ്ടുവരാണ്. ഓക്കെ, അദ്ദേഹത്തിന് നേച്ചർ പോയറ്റ് ആണല്ലോ. ആ പ്രകൃതിയുടെ ഒരുപാട് ചിന്തകളാണ് അദ്ദേഹത്തിന്റെ മനസ്സിലൂടെ കടന്നു വരുന്നത്. ഓക്കെ, പ്രകൃതിയിലെ പല കാഴ്ചകളും അദ്ദേഹം ഇങ്ങനെ ആലോചിക്കുകയാണ്. അങ്ങനെ പതുക്കെ പതുക്കെ ഉറക്കത്തിലേക്ക് പോകും എന്ന് വിചാരിച്ചുകൊണ്ട്. ഹി തോട്ട് ഓഫ് എ ഫ്ലോക്ക് ഓഫ് ഷീപ്പ് പാസിംഗ് ബൈ. ഫ്ലോക്ക് ഓഫ് ഷീപ്പ് എന്ന കൂട്ടം ആട്ടിൻ പറ്റങ്ങൾ ഇങ്ങനെ നടന്നു പോകുന്നത് അദ്ദേഹം സ്വപ്നത്തിൽ കാണുന്നു. ദ സൗണ്ട് ഓഫ് റെയിൻ അദ്ദേഹം ഇങ്ങനെ ഇമാജിൻ ചെയ്യുന്നു. ദ മർമറിംഗ് ഓഫ് ബീസ്, തേനീച്ചകളുടെ മൂളക്കലിൽ ആ സൗണ്ട് അദ്ദേഹം ഇങ്ങനെ ഓർക്കുന്നു. ദെൻ വാട്ടർഫാൾസ്, അതുപോലെ തന്നെ വിൻഡ്, ലേക്ക്, സീ ആൻഡ് ബ്ലൂ സ്കൈ വൺ ബൈ വൺ, ഒന്നിനു പുറകെ ഒന്നായി പിന്നെയും അതിങ്ങനെ സൈക്കിൾ ചെയ്ത് അദ്ദേഹം ഇങ്ങനെ വീണ്ടും ഇതെല്ലാം ആവർത്തിച്ച് ഇങ്ങനെ ഇമാജിൻ ചെയ്യാണ്. പക്ഷേ he couldn't sleep. അദ്ദേഹത്തിന് എന്തുമാത്രം വരുന്നില്ല? ഉറക്കം വരുന്നില്ല. He heard the morning chorus. അതെന്ന് വെച്ചാൽ അദ്ദേഹം ഈ രാവിലെയുടെ പ്രഭാതത്തിന്റെ ശബ്ദകോലാഹലങ്ങൾ അദ്ദേഹം കേൾക്കാണ്. ആരുടെ? ഓഫ് ബേർഡ്സ് ഇൻ ഹിസ് ഓർച്ചാർഡ്. ഓക്കെ, കോറസ് പാടുന്ന ഈ പറയുന്ന ഈ ബേർഡ്സിന്റെ, ഈ പക്ഷികളുടെ പാട്ടുകൾ അദ്ദേഹം കേൾക്കാണ്. ഭയങ്കര ഡിസപ്പോയിന്റഡ് ആയിട്ടാണ് കേൾക്കുന്നത്. കാരണം എന്താ? രാത്രി കിടന്നുണ്ട്, ഉറങ്ങാൻ പറ്റിയോ? ഇല്ല. രാവിലെ ആയി എന്ന സൂചനയാണ് ആര് നൽകുന്നത്? ഈ പക്ഷികൾ നൽകുന്നത്, അവരുടെ പാട്ടിലൂടെ നൽകുന്നത്. സോ ഡിസപ്പോയിന്റഡ് ആയിട്ട് എണീക്കുകയാണ്. ഇറ്റ് വാസ് ഡേ ബ്രേക്ക്. മനസ്സിലാക്കുന്നു, പ്രഭാതമായി. കോഴി കൂവുന്ന ശബ്ദം കേൾക്കുമ്പോൾ, കുഴിൽ കൂവുന്ന ശബ്ദം കേൾക്കുന്ന സമയത്ത് അദ്ദേഹം തിരിച്ചറിയാണ് ഡേ ബ്രേക്ക് ആയിട്ടുണ്ട്. Then thus he lay awake for 3 nights. ഈ കഴിഞ്ഞ 3 ദിവസങ്ങളായി അദ്ദേഹം ഇതുപോലെ കിടക്കുകയാണ്, എന്തില്ല? ഉറക്കമില്ലാതെ. The poet appeals to sleep to come and bless him. പോയിട്ട് അങ്ങനെ അപ്പീൽ ചെയ്യാണ്, പ്ലീസ് ദയവ് ചെയ്തിട്ട് ഉറക്കമേ എന്റെ അടുത്തേക്ക് വരണം. ഓക്കെ, സ്ലീപ്പ് ഇസ് ദ മദർ ഓഫ് ഫ്രഷ് തോട്ട്സ് ആൻഡ് ഹെൽത്ത്. അദ്ദേഹം പറയാണ്, ഉറക്കം എന്ന് പറയുന്നത് നീ ആരാണെന്ന് അറിയാം ശരിക്കും. യു ആർ ദ മദർ ഓഫ് ഫ്രഷ് തോട്ട്സ് ആൻഡ് ഹെൽത്ത്. നല്ല ആരോഗ്യത്തിന്റെയും നല്ല ചിന്തകളുടെയും പുതുചിന്തകളുടെയും ഒക്കെ ക്രിയേറ്റിവിറ്റിയുടെ ഒക്കെ മാതാവാണ് നീ. ഓക്കെ, നല്ല ഉറക്കമുണ്ടായാൽ നന്നായിട്ട് പഠിക്കാൻ പറ്റും നമുക്ക്. ഓക്കെ, നല്ലൊരു ഉറങ്ങി പഠിക്കാന്നല്ല, ഉറങ്ങിയിട്ട് നമ്മൾ എണീറ്റ് നമ്മൾ നല്ല ഫ്രഷ് ആയി നമ്മളുണ്ടല്ലോ, നമ്മൾ രാവിലെ എണീറ്റ് പഠിക്കുന്ന നല്ല ഓർമ്മയിലുണ്ടാവുന്നൊക്കെ നമ്മൾ പറയാനുള്ള ഒരു കാരണം അതാണല്ലോ അല്ലെ. അപ്പൊ ആ ഒരു ഫ്രഷ്നെസ് ആണ് നീ, ഫ്രഷ് തോട്ട്സിന്റെ ഹെൽത്തിന്റെ അമ്മയാണ് നീ. സ്ലീപ്പ് സെപ്പറേറ്റ്സ് വൺ ഡേ ഫ്രം ദ നെക്സ്റ്റ്. അവിടെ ഒരു ഇമേജറി കൊണ്ടുവരണം. എന്താന്ന് വെച്ചാൽ ഇവിടെ നോക്കുക, സ്ലീപ്പ് എന്ന് പറയുന്നത്, ഉറക്കം എന്ന് പറയുന്നതിന് പോയിട്ട് പറയാണ് അതെന്താണ്? ഇറ്റ് ഈസ് എ ബ്ലെസ്ഡ് ബാരിയർ എന്ന് പറയാണ്. ഓക്സിമറോൺ ആണ് ബ്ലെസ്ഡ് ബാരിയർ. ബ്ലെസ്ഡ് എന്ന് പറയാൻ അനുഗ്രഹീതമായ, ബാരിയർ എന്ന് പറയുകയാണെങ്കിൽ എന്താണ്? തടസ്സം എന്നർത്ഥം. ഒരു മതിൽ ഒക്കെ ഒരു തടസ്സമാണ് ബാരിയർ എന്ന് പറയില്ലേ, ബാരിയേഴ്സ്, തടസ്സങ്ങൾ. ബ്ലെസ്ഡ് ബാരിയർ അതെന്താ? ബ്ലെസ്ഡ് അനുഗ്രഹവും ബാരിയർ തടസ്സവും, അത് രണ്ട് ഓപ്പോസിറ്റ് മീനിങ്ങിലുള്ള ആൾക്കാരാണ് അല്ലെ. ഇവരെ നമ്മൾ ഒരുമിച്ച് കൊണ്ടുവരിക, ഇതിനാണ് നമ്മൾ ഓക്സിമറോൺ എന്ന് പറയാ. ക്ലിയർ അല്ലേ? ഇപ്പൊ നമ്മൾ പറയല്ലേ ഭയങ്കര സൗന്ദര്യം, ഭയം ജനിപ്പിക്കുന്നതാണ് ഭയങ്കരം. സൗന്ദര്യം എന്ന് പറഞ്ഞാൽ അത് നേരെ ഓപ്പോസിറ്റ് ആണ്. അപ്പൊ ഇവിടെ ഭയങ്കര സൗന്ദര്യം നമ്മൾ പറയാണ്ട് ഓക്സിമറോൺ. ഇതുപോലെ ഇവിടെ ബ്ലെസ്ഡ് ബാരിയർ എന്ന് പറയുന്നത് ഓക്സിമറോൺ ആണ്. സ്ലീപ്പ് സെപ്പറേറ്റ്സ് വൺ ഡേ ഫ്രം ദ നെക്സ്റ്റ് എന്ന് വെച്ചാല് സ്ലീപ്പ് നീ ഒരു ബ്ലെസ്ഡ് ബാരിയർ ആണ്, അനുഗ്രഹീതമായിട്ടുള്ള ഒരു ബാരിയർ ആണ്, തടസ്സമാണ്. ഏതിനിടയിലുള്ള? ഒരു ഡേയുടെയും മറ്റൊരു ഡേയുടെയും ഇടയിൽ. മനസ്സിലായോ? ഇപ്പൊ നമ്മൾ രാവിലെ 10 മണിക്ക് സ്കൂളിൽ എത്തുന്നു, പഠിക്കുന്നു, അങ്ങനെ പോകുന്നു കാര്യങ്ങൾ. പിറ്റേ ദിവസവും രാവിലെ നമ്മൾ സ്കൂളിൽ 10 മണിക്ക് എത്തുന്നു. ഇതിനിടയിൽ നമുക്കൊരു വിശ്രമമുണ്ട്. ആ വിശ്രമമാണ് ഉറക്കമേ നീ. അതൊരു ബ്ലെസ്ഡ് ബാരിയർ ആണ് എന്നാണ് പോയിട്ട് ഉദ്ദേശിച്ചത്. അല്ലെ ഡേ മാത്രമായി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ, നമ്മൾ ആകെ ടയർഡ് ആകൂലേ. അപ്പൊ അതൊരു ബ്ലെസ്ഡ് ബാരിയർ ആണ് സ്ലീപ്പ്. ഓക്കെ, ഇനിയോ ഇറ്റ് ഈസ് എ
ജോയസ് സെപ്പറേഷൻ. ഈ ഉറക്കം എന്ന് പറയുന്നത് ഒരു ജോയസ്, ആഹ്ലാദം ഉണ്ടാക്കുന്ന, സന്തോഷം ഉണ്ടാക്കുന്ന ഒരു സെപ്പറേഷൻ ആണ്. ഡേയുടെയും ഇടയിലുള്ള ഈ നൈറ്റ്, ഈ ഒരു സ്ലീപ്പ് എന്താണ്? ഒരു ജോയസ് സെപ്പറേഷൻ ആണെന്നാണ് പോയിന്റ് പറഞ്ഞത്. ഇത്രയേ ഉള്ളൂ പോയം. ഓക്കെ, ആകെ പറഞ്ഞത് ആദ്യത്തെ സ്റ്റാൻസയിൽ പറയുന്നത് എന്താണ്? അദ്ദേഹം കാണുന്ന ഒരുപാട് തോട്ട്സ് ഉറങ്ങാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് സ്റ്റാൻസയിൽ അദ്ദേഹം പറയാണ്, പ്ലീസ് ഉറക്കമേ നീ എൻ്റെ അടുത്തേക്ക് വരണം, കാരണം നീ ആരാണ്, നീ ഇന്ന ക്വാളിറ്റീസ് ഉള്ള ആളാണ്. അവസാനം തന്നെയാണ് പറയുന്നത്, എന്നെ 3 ദിവസമായി കിടക്കുന്നു, ഉറക്കമില്ല. ഓക്കെ, ഇന്നെങ്കിലും നീ ഒന്ന് വരണം, കാരണം നീ ബ്ലെസ്ഡ് ബാരിയർ ആണ്, ആരുടെ? ഫ്രഷ് തോട്ട്സിന്റെയും ഹെൽത്തിന്റെയും ഒക്കെ. സോ പ്ലീസ് എന്നെ ഒന്ന് അനുഗ്രഹിക്കണം, വന്നിട്ട് എന്നെ അനുഗ്രഹിക്കണം. ഇത്രയേ ഉള്ളൂ പോകാം. പോയറ്റിക് ഡിവൈസസ്, അലിട്രേഷൻ ഉണ്ട് അല്ലെ? അലിട്രേഷന്റെ എക്സാമ്പിൾ ആണ് ഞാൻ ഇപ്പൊ പറഞ്ഞ ഏത്? ബ്ലെസ്ഡ് ബാരിയർ. ബി സൗണ്ട് ആവർത്തിച്ച് വരുന്നു. സോ അതുണ്ട്. മെറ്റഫർ ഉണ്ട്. മെറ്റഫർ എന്ന് പറയുമ്പോൾ സ്ലീപ്പ് ഇസ് കമ്പയർ ടു എ ബാരിയറുമായിട്ട് സ്ലീപ്പിനെ കമ്പയർ ചെയ്യുന്നു, തടസ്സവുമായിട്ട് കമ്പയർ ചെയ്യുന്ന ഒരു എക്സാമ്പിൾ ആണ്. ഓക്സിമറോണും ബ്ലെസ്ഡ് ബാരിയർ എക്സാമ്പിൾ ആണ്. ദെൻ റൈം സ്കീം ABBA എന്ന് പറയുന്നത് വേണമെങ്കിൽ, അതുപോലെ തന്നെ ഫസ്റ്റ് സ്റ്റാൻസിലാണെങ്കിൽ പിന്നെ CD അങ്ങനെ പോകുന്നു. CDC അതുപോലെ തന്നെ DCD എന്നൊക്കെ പറയുന്നുണ്ട്. 3 സ്റ്റാൻസാസിൽ റൈം സ്കീം ഉണ്ട്. റൈം സ്കീം ഓർത്ത് വെച്ചില്ലെങ്കിലും പോയറ്റിൽ തന്നിട്ടുണ്ടായി, പോയിന്റ് ഒന്ന് നോക്കിയിട്ട് നമ്മൾ എഴുതിയാൽ മതി. ദെൻ ഈ ഓക്സിമറോൺ, മെറ്റഫോർ, അലിട്രേഷൻ, ഇത് 3 ഓർത്ത് വെക്കുക. അലിട്രേഷൻ ഇപ്പൊ എന്തായാലും ഓർമ്മ ഉണ്ടാവും. ആകെ ഒന്ന് പഠിക്കാനുള്ളൂ, ബ്ലെസ്ഡ് ബാരിയർ, അത് മാത്രം പഠിച്ചാൽ മതി. ബ്ലെസ്ഡ് ബാരിയർ എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തുണ്ട്? അലിട്രേഷൻ ഉണ്ട്, മെറ്റഫർ ഉണ്ട്, ഓക്സിമറോണും അതിനകത്ത് തന്നെ ഉണ്ട്. ഓക്കെ, ഇനി ഇതിനകത്ത് ചോദിക്കുന്ന ഒരു ജനറൽ ക്വസ്റ്റ്യൻ ആണ് ഏത്? ഇമ്പോർട്ടൻസ് ഓഫ് സ്ലീപ്പ് ഇൻ വൺസ് ലൈഫ് എന്ന് പറഞ്ഞിട്ട് ഒരു ജനറൽ ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ഉറക്കത്തെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിയാം അല്ലെ? അത് നമുക്ക് എങ്ങനെയൊക്കെ ഹെൽത്തിന് ആവശ്യമാണ്, അതുപോലെ തന്നെ നമ്മുടെ മെന്റൽ ഹെൽത്ത്, നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിനെ എങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നു, എത്ര മണിക്കൂർ ഉറങ്ങണം എന്നൊക്കെ വെച്ച് കാച്ചാനുള്ള അടിപൊളി ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ഈ ഒരു സംഭവം. അപ്പൊ എനിക്ക് തോന്നുന്നു ഇത് സെറ്റ് ആയിട്ടുണ്ടെന്ന്. പോയറ്റിക് ലൈൻസ് ഒന്ന് വായിച്ചു നോക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇനി എന്തെല്ലാമാണ് വേണ്ടത്? ഈ പറഞ്ഞ ഞാൻ പോയംസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുപോലെ നിങ്ങൾക്ക് ഇനി എന്തെല്ലാമാണ് പബ്ലിക് എക്സാമിന് മുമ്പിൽ വേണ്ടത് എന്നത് നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതെല്ലാമായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നതാണ്, വരുന്നതാണ് നിങ്ങളുടെ മുമ്പിലേക്ക്. ഓക്കെ, താങ്ക് യു.